നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പ്രോഗ്രാം കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇത് മറക്കരുത്. നിങ്ങളുടെ നാളും പേരും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാ പൂജകളും നിങ്ങളെയും പങ്കെടുപ്പിക്കുന്നതായിരിക്കും. കൈലാസദൃശ്യകോണ് സുരവിടവിതടെ പാടിയേ മണ്ഡപേ സന്മാലങ്കാരാദി. ഇടവൻ രാശിക്കാരാണ്. കാർത്തികയുടെ 1, 2, 3 പാദങ്ങളും രോഹിണിയും മകരെ തരയും വരുന്ന ഇടവക്കൂറുകാരുടെ വ്യാഴമാറ്റത്തിന്റെ ഫലങ്ങൾ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. വ്യാഴം ജന്മത്തിലാണ്. പതിനഞ്ചാം തീയതി 2ലേക്ക് വരും. ധനം വർധന ഉണ്ടാവും. കർമ്മസ്ഥാനം ഉയർച്ച ഉച്ചത്തിലാണ്. സ്വന്തം വീട് ഉണ്ടാകും. ഗ്രഹനിർമ്മാണം നടത്താൻ ഇടവരും. ഉത്തമമായ ഭാര്യയെ വിവാഹത്ത് നടക്കും. കമിതാക്കളുടെ ആഗ്രഹം നടക്കാൻ ഇടയാകും. ദൈവീക കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. നല്ല സമയമാണ്. മാനസിക സന്തോഷം ഉണ്ടാകും. മേലധികാരിയുടെ അനുഗ്രഹം ലഭിക്കും. തന്മൂലം ജോലികൾ പൂർത്തിയാക്കാൻ ഇടയാകും. ശുക്രൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു. പുതിയ വീട് ഉണ്ടാകും. വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടി ഇഷ്ട മംഗല്യം നടക്കും. ബുധനും അഷ്ടമത്തിലാണ്. ജന്മത്തിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് ഏത് കാര്യവും ഈ ഇടവൻ രാശിക്കാർക്ക് നടക്കും. പുതിയ വസ്ത്രങ്ങൾ മേടിക്കാൻ ഇടയാകും. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. ബിസിനസ് വിപുലീകരിക്കും. മികച്ച ലാഭം ബിസിനസ്സിൽ വഴി ഉണ്ടാകും. ബുധൻ 9ലേക്ക് മാറുമ്പോൾ ഫലം തിരിച്ചു വരാൻ ഇടയുണ്ട്. സൂര്യന്റെ 9ാം ഭാവം നല്ലതല്ല. അസുഖം മാറാൻ ബുദ്ധിമുട്ടും. സാമ്പത്തിക ക്ലേശം ഉണ്ടാകും. വാഹനം സൂക്ഷിച്ച് ഓടിക്കണം. പണനഷ്ടം വന്നു ചേരും. സാമ്പത്തിക തർക്കങ്ങൾക്ക് ഇടയാകും. 10ൽ നിൽക്കുന്ന വ്യാഴം ദോഷമാണ്. വിദ്യാർത്ഥികൾക്ക് വിദേശയാത്ര ഉണ്ടാവും. എന്നാൽ 11ൽ നിൽക്കുന്ന വ്യാഴം ഗുണത്തെ ചെയ്യും. അസുഖം മൂലം ദുഃഖിക്കാൻ ഇടയാകും. ബന്ധുജനങ്ങൾ ശത്രുക്കളാവും. സ്വന്തക്കാരിൽ നിന്നും ഇഷ്ടക്കേടുണ്ടാവും. ഇതോടുകൂടി ഇടവൻ രാശിയുടെ ഫലം ഇവിടെ അവസാനിക്കുന്നു.